ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പുതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യം സാക്ഷ്യം വഹിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവുകോൽ ജനങ്ങളുടെ ആരോഗ്യമാണ്. ഇന്ത്യൻ ആരോഗ്യ മേഖലയിൽ അഭൂതപൂർവമായ പരിവർത്തനങ്ങളുടെ കാലമായിരുന്നു ഈ 12 വർഷം. എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യത്തിലൂന്നി നടപ്പിലാക്കിയ ചരിത്രപരമായ പദ്ധതികൾ ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും ചികിത്സാ രീതികളെയും അടിമുടി മാറ്റിമറിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആരോഗ്യ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്ത് അടുത്ത കാലത്തായി വളരെയധികം ശക്തിപ്പെട്ടതായും ഈ വർഷത്തെ ബജറ്റാനന്തര വെബിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. സമഗ്ര ആരോഗ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ആയുഷ്മാൻ ഭാരത് യോജന, ആരോഗ്യ മന്ദിർ എന്നിവയിലൂടെ ഗ്രാമീണ തലങ്ങളിലടക്കം ആരോഗ്യ സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. भारत आज प्रिवेंटिव और होलिस्टिक हेल्थ के लिए एक विशाल विजन पर काम कर रहा है. पिछले कुछ वर्षों में देश का हेल्थ इंफ्रास्ट्रक्चर मजबूत हुआ है. सैकड़ों जिलों में नए नए मेडिकल कॉलेज खुल गए हैं. आयुष्मान भारत योजना, आरोग्य मंदिरों के माध्यम से स्वास्थ्य सेवाओं की पहुंच गांव-गांव तक बढ़ाई गई है. हमारे योग और आयुर्वेद पूरी दुनिया में पॉपुलर हो रहे हैं. आने वाले दशक में देश में सीनियर सिटीजन्स की संख्या तेजी से बढ़ेगी. इसके अलावा आज वर्तमान में दुनिया के कई देशों में केयर गिवर्स की भारी मांग है. इसलिए अब हेल्थ सेक्टर में लाखों युवाओं के लिए नई स्किल आधारित रोजगार के नए अवसर तैयार हो रहे हैं. സാധാരണക്കാരന് താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾ, ഗ്രാമീണ മേഖലകളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് എന്നിവയായിരുന്നു ഇന്ത്യയിലെ ആരോഗ്യരംഗം നേരിട്ടിരുന്ന പ്രധാന വെല്ലുവിളികൾ. എന്നാൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് കേവലം രോഗചികിത്സ എന്നതിനപ്പുറം സമഗ്രമായ ആരോഗ്യമെന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ മാറി. താങ്ങാനാകുന്ന ചികിത്സ, ആധുനിക സൗകര്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വലിയ മാറ്റമാണ് ഈ കാലയളവിലുണ്ടായത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന, ഇ സഞ്ജീവനി ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ, ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ, മിഷൻ ഇന്ദ്രധനുഷ്, പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ ഉണർവ് നൽകുന്ന ആയുഷ് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള 40% വരുന്ന വിഭാഗങ്ങൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കും. മരുന്നുകൾ, മറ്റവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും സഹായം ലഭിക്കും. രാജ്യത്തെ 50 കോടിയിലധികം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചു എന്നത്
സർക്കാർ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. രാജ്യത്തെ 12 കോടിയിലധികം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ ഏകദേശം 55 കോടി ജനങ്ങളെ ഈ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവന്നു. 2024 സെപ്റ്റംബർ മുതൽ വരുമാന പരിധിയില്ലാതെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സ ഉറപ്പാക്കി. 90 കോടിയിലേറെ ആഭ അക്കൗണ്ടുകളാണ് രൂപീകരിച്ചത്. ഇതിൽ 49.75% സ്ത്രീകളാണ്. 43.5 കോടിയിലധികം ഡിജിറ്റൽ ആയുഷ്മാൻ കാർഡുകൾ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു. 10.68 കോടിയിലധികം പേർക്ക് ആയുഷ്മാൻ ഭാരത് ക്ലെയിമുകൾ ലഭിച്ചു. 36,000-ലേറെ ആശുപത്രികളാണ് പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളത്. 19,500-ഓളം സർക്കാർ ആശുപത്രികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ സഹായിച്ചു. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഗുണഭോക്താവ് തൃക്കാക്കരയിൽ നിന്നുള്ള സുമി സംസാരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സുമി. ഞാൻ എറണാകുളം തൃക്കാക്കര സ്വദേശിനിയാണ്. ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. ഞാൻ ഡയാലിസിസ് ചെയ്താണ് എൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസാണ് ചെയ്യുന്നത്. ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് ഡയാലിസിസിലാണ്. ഞാനിപ്പോൾ എൻ്റെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് വഴി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ എനിക്ക് ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്യുന്നത്. അതിൻ്റെ മെഡിസിൻസ്, രക്തം കൂടാനുള്ള ഇഞ്ചക്ഷൻ, ഇത് മാത്രമേ എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുള്ളൂ. ഞാനിത് തുടങ്ങുന്ന സമയത്ത് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. ആയുഷ്മാൻ ഭാരത് അങ്ങനെ യാതൊരുവിധ ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്കൊരു ഡയാലിസിസിന് 1,800 മുതൽ 2,500, 3,000 രൂപ വരെ ചെലവ് വരും. ആഴ്ചയിൽ 3 ദിവസം ചെയ്ത് ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഒരു സാധാരണ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതല്ല. അതുകൂടാണ്ട് ഞാനൊരു ജോബ്ലെസ് പേഴ്സൺ ആണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ടെൻഷനില്ല. എൻ്റെ ജീവിതാവസാനം വരെ എനിക്കിത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു സമാധാനമുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സൗജന്യമാണ്. പക്ഷേ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ അവിടെ അഡ്മിറ്റായി ചെയ്യുമ്പോൾ ആയുഷ്മാൻ ഭാരത് അവിടെ കിട്ടില്ല. അപ്പോൾ അതും കൂടി അതിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള നിർധനർക്ക് അതൊരു ആശ്വാസകരമായിരിക്കും. ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന് തന്നെ തികച്ചും സൗജന്യമായി ഡോക്ടർമാരുടെ ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്ന ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ-സഞ്ജീവനി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വഴി സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് രോഗികൾക്ക് ഡോക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കാനും ഡിജിറ്റൽ കുറിപ്പടി നേടാനും സാധിക്കും. 46.88 കോടിയിലേറെ രോഗികൾക്കാണ് ഇ-സഞ്ജീവനിയിലൂടെ ആരോഗ്യ സേവനം ലഭ്യമായത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇ-സഞ്ജീവനിയിൽ ഡോക്ടർ ടു ഡോക്ടർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളിലുള്ള തിരക്കുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയത്. നിലവിൽ OP സേവനങ്ങൾ സ്വീകരിക്കുന്നവരിൽ വലിയൊരു ശതമാനം പേർക്കും തുടർ ചികിത്സ ആവശ്യമാണ്. തുടർ ചികിത്സയ്ക്കായി വിദഗ്ധ ഡോക്ടറെ കാണാൻ വലിയ ആശുപത്രികളിൽ തിരക്കുണ്ടാകും. ഇതിനൊരു പരിഹാരമാണ് ഡോക്ടർ ടു ഡോക്ടർ സേവനം. മെഡിക്കൽ കോളേജുകളിൽ പോകാതെ തന്നെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാക്കുന്നതാണ് ഡോക്ടർ ടു ഡോക്ടർ സേവനം. മെഡിക്കൽ കോളേജുകളില്ലാത്ത ജില്ലകളിൽ സ്വകാര്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനമാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലാ ജനറൽ ആശുപത്രികൾ മുഖേന സ്പെഷ്യാലിറ്റി സേവനങ്ങളും മെഡിക്കൽ കോളേജുകൾ വഴി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളുമാണ് ലഭ്യമാക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്പോക്കായാണ് പ്രവർത്തിക്കുക. ജില്ലാ ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ് ഹബ്ബുകൾ. രോഗിയെ വിദഗ്ധ ഡോക്ടർക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ജില്ലാ ജനറൽ മെഡിക്കൽ കോളേജിലെ ഹബ്ബിലെ ഡോക്ടർക്ക് ഡോക്ടർ ടു ഡോക്ടർ സംവിധാനം വഴി കണക്ട് ചെയ്യും. വീഡിയോ കോൺഫറൻസ് വഴി ജനങ്ങൾക്ക് ഡോക്ടറോട് നേരിട്ട് രോഗവിവരം സംസാരിക്കാം. ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം മരുന്ന് കുറിപ്പടി ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം. തുടർന്നും സേവനം തേടാനും സാധിക്കും. ഗൃഹസന്ദർശനം നടത്തുന്ന പാലിയേറ്റീവ് കെയർ സ്റ്റാഫ്, ആശാ വർക്കർമാർ, സ്റ്റാഫ് നഴ്സുമാർ എന്നിവർക്കും ഡോക്ടർ ടു ഡോക്ടർ സംവിധാനം വഴി ഡോക്ടർമാരുടെ സേവനം രോഗികൾക്ക് നൽകാം. ഇ-സഞ്ജീവനി OPD.in/Kerala എന്ന വെബ്സൈറ്റ് വഴിയോ ഇ-സഞ്ജീവനി ആപ്ലിക്കേഷൻ വഴിയോ ഇ-സഞ്ജീവനി സേവനം ലഭ്യമാണ്. ടെലിമെഡിസിൻ സംവിധാനത്തിൽ ജനവിശ്വാസം വർദ്ധിക്കുന്നതായും ഗ്രാമ നഗര അന്തരമില്ലാതെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. इसी से जुड़ा दूसरा विषय
टेलीमेडिसिन का है। आज बड़ी संख्या में दूर दराज के क्षेत्र के लोग भी इसका लाभ उठा रहे हैं और विश्वास बढ़ता चला जा रहा है। लेकिन मैं समझता हूं इसमें अब भी जागरूकता और सहजता बढ़ाए जाने की बहुत जरूरत है। മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വിപണി വിലയേക്കാൾ 50% മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ലഭ്യമാകുന്നത്. WHO GMP മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മികച്ച കമ്പനികളിൽ നിന്നാണ് മരുന്നുകൾ സംഭരിക്കുന്നത്. ഈ പദ്ധതി വഴി രാജ്യത്തെ ജനങ്ങൾക്ക് ചികിത്സാ ചിലവിനത്തിൽ ഏകദേശം 40,000 കോടി രൂപയാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. മരുന്നുകൾക്ക് പുറമെ സർജിക്കൽ ഉപകരണങ്ങളും കൂടാതെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി കേവലം 1 രൂപയ്ക്ക് സുവിധ സാനിറ്ററി പാഡുകളും ഈ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. 2014 രാജ്യത്താകെ വെറും 80 ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും 2026 ആയപ്പോഴേക്കും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 170 മടങ്ങിലധികമാണ് വർദ്ധിച്ചത്. നിലവിൽ 18,646 രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം. ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഗ്രാമപ്രദേശങ്ങളിലും സേവനം ലഭ്യമാക്കുക, സ്ത്രീകൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ധനസഹായവും നൽകി വരുന്നു. കണ്ണൂർ ചാലയിലുള്ള ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റ് റഹ്മാൻ അനുഭവം പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് റഹ്മാന്. ഞാനിവിടുത്തെ ഫാർമസിസ്റ്റാണ്. ചാല ജൻ ഔഷധി ഈ സ്ഥാപനം തുടങ്ങി 2 വർഷമായി. വളരെ വില കുറച്ചിട്ടാണ് മെഡിസിനൊക്കെ കൊടുക്കുന്നത്. കാരണം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ ഡെയിലി കഴിക്കേണ്ട മരുന്നുകളാണ്. നമ്മൾ സാധാരണ കൺവെൻഷണൽ ഫാർമസിയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് അഫോർഡബിൾ അല്ല. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻസുലിൻ മിക്സ്റ്റാർഡ് 40 എന്ന ഇൻസുലിൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 181 റുപ്പീസാണ്. അതേ സാധനം നമ്മളിവിടെ കൊടുക്കുന്നത് 90 റുപ്പീസിനാണ്. അല്ല ലാൻഡസ് ഇൻസുലിന് അത് പുറത്തുനിന്നാണെങ്കിൽ 650 റുപ്യാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇവിടെ ജൻ ഔഷധിയിൽ അത് 340 റുപ്യക്കാണ്. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പ്രഷറിൻ്റെ ഒരു മെഡിസിനാണ് ടെൽമ 40. ഈ ടെൽമ 40 നമ്മൾ 30 ഗുളികയ്ക്ക് പുറത്തുനിന്ന് 216 റുപ്യാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് ജൻ ഔഷധിയിൽ നിന്ന് 30 ഗുളിക വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 33 റുപ്പീസേ അതിന് വരും. സാധാരണ ജനങ്ങളെ കൺഫ്യൂഷന് ഈ ജൻ ഔഷധി മെഡിസിന് വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളിപ്പോൾ ഇൻസുലിൻ എന്ന സാധനം സാധാരണ ഒരു മാനുഫാക്ചറിന് ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ ഹൈ ഫെസിലിറ്റി ഉള്ള അഡ്വാൻസ്ഡ് ഫെസിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റും. ഇൻസുലിന് ഞങ്ങൾ എല്ലാ ഇൻസുലിനും ജൻ ഔഷധിയിൽ ലഭ്യം. എല്ലാ ഇൻസുലിൻ മാത്രമല്ല, പുറത്ത് കിട്ടുന്ന എല്ലാ മെഡിസിനും ജൻ ഔഷധിയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടുന്ന് മെഡിസിൻ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇതിനെക്കുറിച്ച് അറിയുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മെഡിസിൻ വാങ്ങൽ. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, ഇതൊക്കെ മിക്കവാറും 40 കഴിഞ്ഞ എല്ലാ ഒരുവക ആൾക്കാർക്കൊക്കെ ഈ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ഏകദേശം ചിലപ്പോൾ ചില മെഡിസിനൊക്കെ 80%, മിക്ക മെഡിസിനും ബിലോ 50% നമ്മൾ വില കുറച്ചിട്ടാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രഷറിൻ്റെ ഗുളിക പുറത്തുനിന്ന് 30 ടെൽമ 40 എന്ന ഗുളിക നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് 30 ഗുളികയ്ക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് 216 റുപ്യ ആവും. പക്ഷേ ഇവിടുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മാസത്തേക്ക് 33 രൂപയെ വരും. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലിനാണ്. അതിന് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഇൻസുലിന് 181 രൂപയാണ് പുറത്ത് വില. പക്ഷേ ഇവിടെ അത് ജസ്റ്റ് 90 റുപ്പീസിനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് ഈ ജൻ ഔഷധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫാർമസിയാണ് ഈ ജൻ ഔഷധി ഫാർമസി. കോവിഡ് കാലത്തെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റലായി നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കോവിൻ. കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ, സ്ലോട്ട് ബുക്കിംഗ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയെല്ലാം ഇതിലൂടെയാണ് നിർവഹിച്ചിരുന്നത്. രാജ്യത്തെ വാക്സിൻ വിതരണം, ലഭ്യമായ കേന്ദ്രങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിച്ചു. 2021 ജനുവരി 16
കോവിൻ ആരംഭിച്ചത്. വാക്സിൻ ഡോസുകളുടെ വിതരണം സുഗമമാക്കാൻ ഇതിലൂടെ സാധിച്ചു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് അക്കൗണ്ടുകൾ നിർമ്മിച്ചു നൽകി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആരോഗ്യരംഗം വിരൽത്തുമ്പിലേക്ക് എത്തിക്കാൻ ഡിജിറ്റൽ ഹെൽത്ത് മിഷന് സാധിച്ചു. ഓരോ പൗരനും ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി നൽകി. ഇതിലൂടെ രോഗവിവരങ്ങളും ലബോറട്ടറി റിപ്പോർട്ടുകളും പേപ്പർ രഹിതമായി സൂക്ഷിക്കാനും സാധിച്ചു. പുതിയ എയിംസ് ആശുപത്രികളുടെ സ്ഥാപനവും രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ 16 പുതിയ എയിംസുകളാണ് ആരംഭിച്ചത്. ഇതോടെ ആകെ എയിംസുകളുടെ എണ്ണം 23ആയി. അസമിൽ എയിംസ് സ്ഥാപിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരോഗ്യ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സർക്കാരിന് കഴിഞ്ഞു. MBBS PG സീറ്റുകളുടെ എണ്ണം ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു. MBBS സീറ്റുകളിൽ 130%, PG സീറ്റുകളിൽ 138% വർധനയാണുണ്ടായത്. ഇത് രാജ്യത്തെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ സഹായകമായി. പ്രാദേശിക ഭാഷകളിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ നേട്ടം കൈവരിക്കാനും സർക്കാരിന് സാധിച്ചു. 818 അലോപ്പതി സീറ്റുകളും 323 ഡെന്റൽ സീറ്റുകളും 924 ആയുഷ് കേന്ദ്രങ്ങളും നിലവിലുണ്ട്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി തുക അനുവദിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്ത് പകരാൻ സർക്കാരിന് സാധിച്ചു. ന്യൂറോ സർജറി, കാർഡിയോ വാസ്കുലാർ റിസർച്ച് തുടങ്ങിയ മേഖലകളിൽ ഒരു ആഗോള കേന്ദ്രമെന്ന നിലയിലേക്കുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയെ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും. ഇതിനു പുറമെ ചികിത്സയ്ക്കുള്ള കാലതാമസം ഒഴിവാക്കാനും നിലവിൽ ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാനും അടിയന്തര ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാക്കാനും കഴിയും. നിപ, അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യരംഗത്തും വലിയ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കോഴിക്കോട് ജില്ലയിലെ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് NHM കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK ഷാജി. നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഇതേവരെയുള്ള പൂർത്തിയാക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ വർക്കിന്റെ വിശദമായ വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, സ്ട്രെങ്തനിങ് ഓഫ് മെറ്റേണിറ്റി വിങ് വടകര DH 2,67,43,000 രൂപയാണ് അതിന്റെ വർക്കിന്റെ കോസ്റ്റ് ഉണ്ടായത്. കംപ്ലീറ്റ് ആയി. രണ്ടാമത് നമുക്ക് ഉള്ളത് ന്യൂ ബിൽഡിംഗ് ചെറുവാടിയാണ്. 1,82,60,000 രൂപയാണ് അതിന് ചിലവായത്. സെറ്റിംഗ് ഓഫ് ദി ജിറാറ്റിക് വാർഡ് വടകര DH 50 ലക്ഷം രൂപ. ന്യൂ ബിൽഡിംഗ് ഫോർ ദി സബ് സെന്റർ പെരുവണ്ണ 55.5 ലക്ഷം രൂപ. ന്യൂ ബിൽഡിംഗ് ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ 2,17,40,000 രൂപ. ന്യൂ ബിൽഡിംഗ് ഫോർ PHC ചെറുവാടി 1,43 ലക്ഷം രൂപ. ഇത്രയും ROPയിലെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ OPD, നമ്മൾ നൂതനമായ OPD ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ 2 താലൂക്ക് ഹോസ്പിറ്റലാണ് നമ്മൾ വർക്ക് നടന്നത്. ഒന്ന് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ 1,09,30,000 രൂപയും മറ്റതിൽ കുറ്റ്യാടിയിൽ 66,12,800 രൂപയുടെയും വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ CHC ബ്ലോക്ക് FSC ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 2 ഇടത്തിലാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 2 CSCകളിൽ, ഒന്ന് കുന്നമ്മൽ CSCയും ഒന്ന് തിരുവങ്ങല്ലൂർ CSCയും 35 ലക്ഷം രൂപ വീതമാണ് അത് നമുക്ക് ചിലവായിരുന്നത്. ഇപ്പോൾ ഒരു വർക്ക് CSC FSC ആയിട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് CSC ചെറുവാടിയാണ്. ചെറുവാടി നമുക്കിപ്പം 30% വർക്ക് കംപ്ലീറ്റ് ആയി. അതേപോലെ തന്നെ ആർദ്രത്തിൽ നമുക്ക് ഇപ്പോൾ 3rd സ്റ്റേജിൽ നമുക്ക് 3 PSC ആണ് FSC ആയി കൺവേർട്ട് ചെയ്യാനായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് പെരുവയൽ PHC, കക്കയം PSC, കീഴൂർ PSC ഇതിനൊക്കെ 15 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം ഓൺഗോയിങ് ആയിട്ട് നമുക്ക് ചെറിയ വർക്കുകൾ നടന്നു പോകുന്നുണ്ട്. അതായത് ന്യൂ ബിൽഡിംഗ് ഫോർ FSC കൂത്താളി, അതിനെ 1,43 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന് 80% വർക്ക് കംപ്ലീറ്റ് ആയി. റെസ്ക്യൂ ഹോം ഫോർ TB പേഷ്യൻ്റ് അതിന് 1,74 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിൻ്റെ 55% വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ന്യൂ ബിൽഡിംഗ് ഫോർ PSC ആയഞ്ചേരിയാണ്. 1,43 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിന് 35% ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് ഓൺഗോയിങ് ആണ്. അപ്പോൾ അതുപോലെ സെറ്റിംഗ് ഓഫ് IPH ലാബ് അതിന് 1 കോടിയാണ് നമുക്ക് അനുവദിച്ചത്. അതിന് 20% നമ്മൾ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് നമ്മൾ NHMൻ്റെ ROP പ്രകാരം, റെക്കോർഡ് ഓഫ് പ്രൊസീഡിങ്സ് പ്രകാരമുള്ള വർക്കുകൾ.
ഇതിൽ തന്നെ 15th FC-യുടെ വർക്കിൽ നമ്മൾ NHM-ന്റെ 15th FC-യുടെ ഫണ്ട് ഉപയോഗിച്ച് NHM വർക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രമാണ്. അതിൽ നമുക്ക് 4 എണ്ണമാണ് ഇപ്പോൾ വർക്ക് ഓൺ ഗോയിങ് ഉള്ളത്. കട്ടിപ്പാറ, ഇതൊക്കെ കട്ടിപ്പാറ, ചാലിയം, കടാവൂർ, അടിയൂർ, ഇത്രയും ജാക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ. അതിൻ്റെ 10% വീതമാണ് നമ്മൾ വർക്ക് നടക്കുന്നത്. 55.5 ലക്ഷം രൂപയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്ന 15th FC-ന്. ഇത്രയും വർക്കുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഈ മെയ് 31 വരെ നമുക്ക് വർക്കിൻ്റെ സ്റ്റാറ്റസ്. ചികിത്സയേക്കാൾ രോഗപ്രതിരോധത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളായി പുനഃക്രമീകരിച്ചത്. ഇത്തരത്തിൽ രാജ്യത്തുടനീളം 1.6 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളാണുള്ളത്. രക്തസമ്മർദ്ദം, പ്രമേഹം, അർബുദം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളുടെ ആദ്യഘട്ട കണ്ടെത്തലും സൗജന്യ പരിശോധനയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. യോഗ, ആയുർവേദം, ശാരീരിക വ്യായാമം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. 1,84,000-ഓളം ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളാണ് രാജ്യത്തുള്ളത്. 178 ഗോത്രമേഖലകളിൽ 30,817 മന്ത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളിലൂടെ 130 കോടിയിലധികം പരിശോധനകൾ പൂർത്തിയായി. കുട്ടികളുടെയും ഗർഭിണികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഊർജിതമാക്കിയും സർക്കാർ ലോകത്തിന് മാതൃകയായി. മിഷൻ ഇന്ദ്രധനുഷിലൂടെ കുട്ടികൾക്കുള്ള വാക്സിൻ ലഭ്യത ഉറപ്പാക്കി. ന്യൂമോകോക്കൽ കൺജുഗേറ്റ്, റോട്ട വൈറസ് തുടങ്ങിയ മാരക രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനുകൾ ദേശീയ പട്ടികയിൽ ഉൾപ്പെടുത്തി സൗജന്യമാക്കി. 2,67,00,000 നവജാത ശിശുക്കളെയും 2,09,00,000 ഗർഭിണികളെയും ലക്ഷ്യമിട്ടുള്ളതാണ് സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി. ആശാപ്രവർത്തകരിലൂടെ കുത്തിവയ്പ് യജ്ഞത്തിൽ രാജ്യത്തെ എല്ലാ നവജാത ശിശുക്കളെയും ഗർഭിണികളെയും പങ്കാളികളാക്കുന്നു. 11 രോഗങ്ങളുടെ വാക്സിനുകളാണ് ഇതിലൂടെ നൽകി വരുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി 3 മാസം നീണ്ടുനിൽക്കുന്ന HPV വാക്സിൻ പദ്ധതിക്കും സർക്കാർ തുടക്കം കുറിച്ചു. ദേശീയ വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിൻ നൽകിയത്. ഇന്ത്യയിലെ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ രണ്ടാമത്തെ പ്രധാന ക്യാൻസർ ഗർഭാശയകള ക്യാൻസറാണ്. രാജ്യത്ത് 2022-ൽ 79,103 കേസുകളും 34,805 മരണവും ഗർഭാശയകള ക്യാൻസർ മൂലമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. എല്ലാ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സൗജന്യമായി HPV വാക്സിൻ നൽകി. ഒരു ഡോസിന് ഏകദേശം 4,000 രൂപയോളമാണ് വാക്സിന് സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്നത്. ഇതാണ് സർക്കാർ സൗജന്യമായി വിതരണം ചെയ്തത്. സെർവിക്കൽ ക്യാൻസർ തടയുന്നതിൽ HPV വാക്സിൻ 90%-ലധികം ഫലപ്രദമാണ്. HPV മൂലമുണ്ടാകുന്ന അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന ആന്റിബോഡികൾ വാക്സിൻ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നു. രാജ്യത്തെ പരമ്പരാഗത ചികിത്സാ രീതികളായ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയ്ക്ക് ആഗോള അംഗീകാരം നേടിക്കൊടുക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സർക്കാരിന് സാധിച്ചു. ആയുഷ് മേഖലയ്ക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുകയും ഗവേഷണങ്ങൾക്ക് വലിയ തുക വകയിരുത്തുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഗുജറാത്തിൽ സ്ഥാപിതമായി. രാജ്യത്തെ മെഡിക്കൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിനായി സ്വകാര്യ പങ്കാളിത്തത്തോടെ അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങളും പുനരധിവാസ സേവനങ്ങളും ഉൾക്കൊള്ളുന്ന 5 സംയോജിത മെഡിക്കൽ ഹബ്ബുകൾ രാജ്യത്തുടനീളം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ 2026-27 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. 1 നൂറ്റാണ്ട് മുൻപ് വരെ വിട്ടുമാറാത്ത പകർച്ചവ്യാധികളോട് പോരാടിയിരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഗോള പൊതുജനാരോഗ്യ രംഗത്ത് കൂടുതൽ വലിയ സംഭാവനകൾ നൽകാൻ പാകത്തിൽ ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ഈ വളർച്ച അത്യന്തം ശ്രദ്ധേയമായ നേട്ടമാണ്. മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിലും രാജ്യം ശ്രദ്ധേയ പുരോഗതിയാണ് കൈവരിച്ചത്. മാതൃമരണ നിരക്കിൽ 83% കുറവാണുണ്ടായത്. ഇന്ത്യയുടെ ഈ നേട്ടം ആഗോള ശരാശരിയേക്കാൾ വളരെ മികച്ചതാണ്. ഇന്ത്യയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 75% കുറഞ്ഞു. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ക്ഷയരോഗ നിർണയത്തിലും ചികിത്സയിലും ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ ലോകാരോഗ്യ സംഘടന അടുത്തിടെ പ്രശംസിച്ചിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് രോഗം നേരത്തെ കണ്ടെത്താനും TB മൂലമുള്ള മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ തീവ്ര ക്ഷയരോഗ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത് ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി.
ഇന്ത്യയിൽ നിന്ന് 2047 അരിവാൾ രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പദ്ധതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. 2026 ജൂൺ മാസത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ ദൌത്യത്തിന് കീഴിൽ രാജ്യത്തുടനീളം 6 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു. ദേശീയ സിക്കിൾ സെൽ മിഷന്റെ കീഴിൽ സ്ക്രീൻ ചെയ്തവരിൽ 2,15,000-ലധികം ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത എന്നാൽ അടുത്ത തലമുറയിലേക്ക് രോഗം പകർത്താൻ സാധ്യതയുള്ള 16 ലക്ഷത്തിലധികം വാഹകരെ കണ്ടെത്തി. കേരളത്തിലെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള രാജ്യത്തെ ആദിവാസി മേഖലകളിലെ 40 വയസ്സ് വരെ പ്രായമുള്ള 7 കോടി ജനങ്ങളെയാണ് ഈ പദ്ധതി വഴി പരിശോധിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനിതക മാറ്റത്തിലൂടെ സിക്കിൾ സെൽ അനീമിയ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ തദ്ദേശീയ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിനിടെ പുകയില ഉപയോഗത്തിൽ 17.3% കുറവ് വരുത്താനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. എല്ലാ മേഖലകളിലും എന്ന പോലെ ആരോഗ്യ മേഖലയിലും നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ കുറവ് നികത്തുന്നതിനും രോഗപ്രതിരോധ ചികിത്സകൾ വിപുലീകരിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകീകൃത പദ്ധതി രൂപീകരിച്ച് പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. 2026 ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സ്ട്രാറ്റജി ഫോർ AI ഇൻ ഹെൽത്ത് കെയർ ഫോർ ഇന്ത്യ അഥവാ സാഹി ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ രംഗത്ത് ഇത്തരമൊരു നയം രൂപീകരിക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ധാർമ്മികമായ ഉപയോഗത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ആരോഗ്യരംഗത്ത് നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനകം തന്നെ സർക്കാർ AI സാങ്കേതിക വിദ്യ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലും മറ്റ് ആരോഗ്യ പദ്ധതികളിലും സംയോജിപ്പിച്ചിട്ടുണ്ട്. ക്ഷയരോഗ നിർണയം, പ്രമേഹം മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യങ്ങൾ എന്നിവ തുടക്കത്തിലേ കണ്ടെത്താൻ AI അധിഷ്ഠിത ക്യാമറകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിനായി ആരംഭിച്ച ഭാഷിണി AI-യിലൂടെ ഡോക്ടർമാരുടെ ഇംഗ്ലീഷ് കുറിപ്പടികളും മെഡിക്കൽ നിർദ്ദേശങ്ങളും രോഗിയുടെ മാതൃഭാഷയിലേക്ക് തത്സമയം വിവർത്തനം ചെയ്തു നൽകുന്നു. ഉൽപാദന അളവിൽ ലോകത്തിന്റെ 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യ ആഗോളതലത്തിലുള്ള ജനറിക് മരുന്നുകളുടെ 20% വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 200 രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഇന്ത്യ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. HIV ചികിത്സ കുറഞ്ഞ ചെലവിലാക്കാൻ സഹായിക്കുന്ന ആഗോള ആന്റി റെട്രോവൈറൽ മരുന്നുകളുടെ 70%-ലധികവും നൽകുന്നത് ഇന്ത്യയാണ്. ആഗോളതലത്തിൽ യുണിസെഫ് സംഭരിക്കുന്ന വാക്സിനുകളുടെ 55% മുതൽ 60% വരെ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. ലോകമെമ്പാടുമുള്ള DPT, BCG, 5-ാം പനി വാക്സിനുകളുടെ വലിയൊരു പങ്കും ഇന്ത്യയാണ് നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇന്ത്യ കോവാക്സിൻ, കോവിഷീൽഡ് തുടങ്ങിയ തദ്ദേശീയ വാക്സിനുകൾ വികസിപ്പിക്കുകയും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. കുറഞ്ഞ ചിലവിലുള്ളതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ഇന്ത്യൻ മരുന്നുകൾ വികസ്വര രാജ്യങ്ങൾക്ക് വലിയൊരു ആരോഗ്യ സുരക്ഷാ കവചമൊരുക്കുന്നു. വ്യാപകമായ പകർച്ചവ്യാധികളോട് പോരാടിയിരുന്ന ഒരു രാജ്യത്തിൽ നിന്നും ആഗോള മെഡിക്കൽ ടൂറിസം ഹബ്ബായും ആരോഗ്യ സാങ്കേതിക വിദ്യയുടെ നേതൃനിരയിലേക്കും ഇന്ത്യ മാറിയത് സർക്കാരിന്റെ തന്ത്രപരമായ ഇടപെടലുകൾക്ക് എന്തെല്ലാം കൈവരിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികൾ മുതൽ 86 കോടിയിലധികം ഹെൽത്ത് ഐഡികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ ഇക്കോസിസ്റ്റം വരെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം രാജ്യത്തിനകത്തെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയും ചെയ്തു. ഭരണത്തിന്റെ 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം രാജ്യം അതിവേഗം മറികടക്കുകയാണ്. ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ ഘടന, ഭൂമിശാസ്ത്രപരമായോ സാമ്പത്തികമായോ ഉള്ള വ്യത്യാസങ്ങളില്ലാതെ ഓരോ പൗരനും ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്ന ഉറച്ച പ്രതിജ്ഞാബദ്ധത എന്നിവയിലൂടെ വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ആരോഗ്യ സമത്വത്തിന്റെ ഒരു മികച്ച മാതൃകയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം സുധിൻ സൈനുദ്ദീൻ.